കാര്യവട്ടം സംഘർഷത്തിൽ SFI നേതാക്കൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സർവകലാശാല VC-ക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. KSU പ്രവർത്തകൻ സാൻ ജോസിനെ ക്രൂരമായി മർദ്ദിച്ചവരെ കോളേജിൽ നിന്ന് പുറത്താക്കണം, ക്യാമ്പസിലും ഹോസ്റ്റൽ പരിസരത്തും CCTV നിരീക്ഷണം കർശനമാക്കണം എന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും സാന്നിധ്യം ഉറപ്പാക്കാൻ നടപടി വേണമെന്നും പ്രതിപക്ഷ നേതാവ് ഈ കത്തിൽ പറയുന്നുണ്ട്. അലമീൻ തോട്ടുമുക്ക് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അലമീൻ, കാര്യവട്ടം സംഘർഷത്തിലേക്ക് വന്നാൽ SFI നേതാക്കൾക്കെതിരെ ഇടിമുറിയുണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു കത്താണോ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ സർവകലാശാല VC-ക്ക് നൽകിയിരിക്കുന്നത്? ഉള്ളടക്കം എന്താണ്? VC-ക്ക് നൽകിയിരിക്കുന്ന കത്തിൽ പറയുന്നത് KSUവിൻ്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള സാൻ ജോസിനെ ഇടിമുറിയിൽ കൊണ്ടുപോയി SFI ക്രിമിനലുകൾ അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ്. ഹോസ്റ്റൽ മുറിയിലെ 121 നമ്പർ മുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. സാൻ ജോസ് നേരത്തെ ആരോപിച്ചതും ഇത്തരം ആരോപണങ്ങളും പരാതികളുമായിരുന്നു. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VC-ക്ക് നൽകിയ കത്തിൽ പറയുന്നത് ഈ സംഭവത്തിൽ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണം, SFIയുടെ ക്രിമിനലുകൾക്കെതിരെ നടപടി വേണം, അവരെ കോളേജിൽ നിന്ന് പുറത്താക്കണം എന്ന് മാത്രമല്ല ഈ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിന് VC എന്ന നിലയിൽ ഇടപെടണമെന്നൊരു ആവശ്യം കൂടിയാണ് പ്രതിപക്ഷ നേതാവ് കത്തിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒപ്പം സർവകലാശാലയിൽ ഈ കാര്യവട്ടം ക്യാമ്പസിൽ CCTV നിരീക്ഷണം ശക്തമാക്കണം, ഒപ്പം പോലീസിൻ്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യം ഉറപ്പാക്കണമെന്നുകൂടി പറയുന്നുണ്ട്. ഇന്നലെ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ വിഷയവും ഇതുതന്നെയായിരുന്നു, കാര്യവട്ടത്തെ സംഘർഷമായിരുന്നു. അതിലും പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത് വിൻസെൻ്റ്, ഇന്നലെ നോട്ടീസ് അവതരിപ്പിച്ച വിൻസെൻ്റ് പറഞ്ഞത് കാര്യവട്ടം ക്യാമ്പസിൽ ഓരോ വർഷം കഴിയുമ്പോഴും പുതിയ വിദ്യാർത്ഥികളുടെ അപേക്ഷകരുടെ എണ്ണം കുറയുകയാണ്, അവർ മറ്റു സർവകലാശാലകളിലേക്ക് മറ്റിടങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അതിന് കാരണം SFIയുടെ ഈ അതിക്രമമാണ്, ക്യാമ്പസിലെ അതിക്രമമാണ് എന്ന് ഇന്നലെ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ VC-ക്ക് കൂടി പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയിരിക്കുന്നത്. ആ കത്തിലും ഈ ഹോസ്റ്റൽ മുറിയിലെ ആക്രമണവും സിദ്ധാർത്ഥൻ്റെ മരണവും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പ്രധാനമായും അതിൽ പറയുന്നത് സാൻ ജോസിനെ മർദ്ദിച്ച SFI നേതാക്കളെ കോളേജിൽ നിന്ന് പുറത്താക്കണം, ഒപ്പം സംഭവത്തിൽ നിഷ്പക്ഷമായിട്ടൊരു അന്വേഷണം നടത്തണം, CCTV നിരീക്ഷണം ക്യാമ്പസിൽ ശക്തമാക്കണം, പോലീസിൻ്റെയും സുരക്ഷാ ജീവനക്കാരുടെയും സാന്നിധ്യം കാര്യവട്ടം ക്യാമ്പസിൽ ഉറപ്പാക്കണമെന്നൊരു ആവശ്യം കൂടിയാണ് VC-യോട് ഈ കത്തിലൂടെ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ VC കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറോട് വിഷയത്തിൽ അടിയന്തരമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ആ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. അങ്ങനെ റിപ്പോർട്ട് ലഭിച്ചാൽ അതിന്മേൽ എന്തെങ്കിലും നടപടി VC കൈക്കൊള്ളുമോ എന്നുള്ളതും ഏറെ പ്രധാനമാണ്. ഒപ്പം പ്രതിപക്ഷ നേതാവിൻ്റെ കത്ത് പരിഗണിച്ച് എന്ത് നടപടി VC-യുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നുള്ളതും ഏറെ നിർണായകമാണ്. സുജയ. ഓക്കെ, അലമീൻ തോട്ടുമുക്കാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.